നമ്മുടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ, അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ആ പൂർണ്ണ ബഡ്ജറ്റിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളടക്കം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലുമടക്കം വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും അത്രത്തോളം വലിയ വാഗ്ദാനങ്ങളില്ല എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞാൻ വളരെ വിശദമായി അതിൽ നോക്കിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു നിർദ്ദേശം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു, രസിപ്പിച്ചു. അത് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേരള ഗവൺമെൻറ് ഈ അവസാന കാലത്ത് പോണ പോക്കിൽ ഒരു AI കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ രംഗത്ത് ഒരു കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചത് എനിക്ക് തോന്നുന്നത് AI വന്നാൽ സോഷ്യലിസം വരും എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ വേഗതയിൽ വരും എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷിൻ്റെ തിയറി കേട്ടിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിയറി നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. AI വന്നാൽ 60% പേരുടെ പണി പോകുമെന്നും അങ്ങനെ വലിയ ദാരിദ്ര്യം വരുമെന്നും, അപ്പോൾ ദാരിദ്ര്യത്തിലായിട്ടുള്ള ആളുകൾ ഇനി കൊടി പിടിച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ മറിച്ചിട്ട് ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാകും എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്താണെങ്കിലും തലക്ക് വെളിവില്ലാത്ത അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വിശദമായി പ്രതിപാദിക്കുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം 2 സ്ഥലത്ത് പോലും ഒരു KSTയുടെ ചടങ്ങിലും ഈ പറയുന്ന നമ്മുടെ കണ്ണൂർ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിലും ഇദ്ദേഹത്തിന് AI ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിരുന്നു. AI വന്നാൽ സോഷ്യലിസം വരും, കമ്മ്യൂണിസം വരും, ഉറപ്പായും വരും, അല്ലാതെ AI വന്നാൽ ഇതിൻ്റെയൊന്നും പ്രസക്തി ഇല്ലാതാവില്ല എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഏതോ ഒരു പെൺകുട്ടിയുടെ രൂപം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിസുന്ദരിയായ പെൺകുട്ടി, മേൽവസ്ത്രമൊക്കെ ധരിച്ചു വന്നിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ വേറെ എവിടെയോ വെച്ച് ഫോട്ടോ എടുത്ത, ബീച്ചിൽ വെച്ചെടുത്തിട്ടുള്ള ഫോട്ടോ ഹിമാലയത്തിലാണ് എന്ന് പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഒരു സിനിമ തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ AI ഉപയോഗിച്ച് നിർമ്മിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടനും നടിയും ലോകത്തെവിടെയും ഇല്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. AI വെച്ച് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ ലോകത്തെവിടെയും ഉണ്ടാവില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ കൂറ്റനാട് അപ്പം വിൽക്കാൻ പോയിട്ടുള്ള ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ അതിശയമാണ്. അദ്ദേഹം അത്തരത്തിലുള്ള അതിശയമൊക്കെ തന്നെ കണ്ണൂരിലെ സഖാക്കളോട് പറയുകയും സഖാക്കൾ കോൾമയിർ കൊള്ളുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ കെ.എൻ. ബാലഗോപാൽ അതിൽ നിന്നൊക്കെ ഉത്തേജനം ഉൾക്കൊണ്ടിട്ടായിരിക്കും AIക്ക് വേണ്ടി ഒരു കോൺക്ലേവ് വെച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലതൊട്ടപ്പനും കേരളത്തിലെ പ്രമുഖ ബുദ്ധിജീവിയുമായിട്ടുള്ള ഗോവിന്ദൻ മാഷിനെ വിളിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൂറ്റനാട് പോയി അപ്പം വിറ്റ് ഒരു ചായ കുടിച്ച് തിരിച്ചു വരാൻ നമ്മളെല്ലാം കേരളയിൽ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കേരളയിൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഇല്ലെങ്കിലും ഹോംസ് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഇത് കേരളയിൽ പോലെ തന്നെ ആകുമോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള പല തക്കിട തരികിട പദ്ധതികളും നമ്മുടെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോൺക്ലേവിന് ഉറപ്പായിട്ടും CPMൻ്റെ ബുദ്ധിജീവികളെ തന്നെ വിളിക്കണം. കാരണം അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉള്ളതാണ്. പിന്നെ മറ്റൊരു എന്നെ നിരാശപ്പെടുത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമാ പ്രവർത്തകരും സിനിമയിലെ പ്രശ്നങ്ങളെയും പീഡനങ്ങളെയും കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായി എന്നെനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും സംഘടിപ്പിക്കണം. പോണ പോക്കിൽ അതും കൂടി സംഘടിപ്പിച്ചാൽ 2026 ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടും എന്നാണ് CPMനെയും LDFനെയും ഒക്കെ എനിക്ക് ഉപദേശിക്കാനുള്ളത്. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ബാബുവിനെയും അതുപോലെ തന്നെ നടൻ മുകേഷിനെയും പിന്നെ സിദ്ദിഖിനെയും ഒക്കെ മുഖ്യ പ്രാസംഗികരായി വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ വളരെ ഭംഗിയായി നമ്മൾ പീഡനം നടത്തി രക്ഷപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആ കോൺക്ലേവിൽ സംസാരിപ്പിച്ചാൽ അത് ഗംഭീരമായിരിക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാറ്റിനും കൂടാതെ വേണമെങ്കിൽ ഇനി ബ്രൂവറികളെക്കുറിച്ച് കൂടി ഒരു നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ലോക കേരള സഭ പോലെയുള്ള പല ഉഡായിപ്പുകളും കണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം പോണ പോക്കിൽ എന്തായാലും ഈ 2026 വരെ നിലനിൽക്കാൻ പോകുന്ന പിണറായി വിജയൻ സർക്കാർ പോണ പോക്കിൽ ഇതുപോലെയുള്ള കുറച്ച് തമാശകൾ കൂടി കാട്ടിയിട്ട് പോയാൽ നമുക്ക് രസിക്കാൻ കഴിയും. അതൊക്കെ തന്നെ ലൈവായി കൊടുക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ചാനലുകളോട് ഞാൻ വിനീതമായി വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. കാരണം ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിരസമായി പോകും. കൂറ്റനാട് അപ്പം വിൽക്കാനുള്ള ഒരു പ്രൊജക്റ്റ് മറ്റൊരു ബിസിനസ് പ്രപ്പോസലിൽ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കോൺക്ലേവിൽ അവതരിപ്പിക്കരുത്. പകരം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം BBCയുടെയൊക്കെ കോൺക്ലേവിലോ വേണമെങ്കിൽ ഗോവിന്ദൻ മാഷ് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് ലണ്ടനിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുമൊക്കെ പലപ്പോഴും ബിസിനസ് ക്ലാസ്സിൽ പറക്കുന്ന ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സുകാരുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അവരെ ഒന്ന് ഉപദേശിച്ച് ഈ അപ്പം വിൽപ്പനയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. അദാനിയോ അംബാനിയോ ഇനി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ പക്ഷം സ്റ്റീവ് ജോബ് മരിച്ചുപോയി,
അതുപോലെയുള്ള ഈ പറയുന്ന പോലെയുള്ള വലിയ ആളുകളൊക്കെ തന്നെ, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൊക്കെ തന്നെ, റിച്ചാർഡ് ബ്രാൻസണോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ടെസ്ലയുടെ ഓണറോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, നമ്മുടെ ഗോവിന്ദൻ മാഷ്ടർ പ്രഭാഷണം കേട്ട്. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലോ ഇൻ്റർനാഷണൽ തലത്തിലുള്ള വലിയ കോൺക്ലേവുകൾ തന്നെ നടത്തട്ടെ. എല്ലാ ആശംസകളും കെ എൻ ബാലഗോപാലിന്. പോണ പോക്കിന് കഴുക്കോലുകൂടി ഊരുന്നത് വളരെ നല്ലതാണ്.